പറഞ്ഞ ഈ റിയാക്ഷൻ നടക്കുന്നുണ്ട്. എന്താ ചോദിക്കുക വെച്ചാൽ H2 എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കി നോക്ക് H2O. അപ്പോൾ കാർബൺ എന്ന് സംഭവിക്കുകയും ചിന്തിച്ചു. കാർബൺ എന്ന് സംഭവിക്കുന്നത് 0 എന്ന് ഇവിടെ +2ലേക്ക് ഓക്സിജൻ ചെയ്യും. ദാറ്റ് മീൻസ് കാർബണ് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. കാർബൺ ഓക്സിഡേഷൻ സംഭവിക്കാൻ വേണ്ടി ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? H2O. ദാറ്റ് മീൻസ് H2O എന്ന് പറഞ്ഞാൽ അതൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. H2O സ്വന്തം എന്താ ചെയ്യുന്നത്? +1 0ലേക്ക് പോകും. ദാറ്റ് മീൻസ് H2 റെഡ്യൂസാണ് ചെയ്യുന്നത്. ഒരു +1 ഒരു ഇലക്ട്രോണെ വാങ്ങിയിട്ട്. ദാറ്റ് മീൻസ് H2 റെഡ്യൂസ് ആണെങ്കിൽ ഹീസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് കോബാൾട്ട് കളർ സിമ്പിൾ ടോട്ടൽ -3 ആണ്. സോ ഇത് -6 ആണ്. സോ x -6 ദാറ്റ് ഇസ് -3. സോ x is equal to +3 വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ when a metal is burned, this is a good question, okay. when a metal is burned its weight is increased by 4. അപ്പോൾ എന്തോ നമുക്ക് മെറ്റലിൽ ഇതും ഇക്വേഷൻസ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഏത് ഓക്സൈഡാണ് ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ മെറ്റൽ ബേൺ ചെയ്താൽ ഓക്സിജൻ ട്രീറ്റ് ചെയ്ത് എന്ത് ഓക്സൈഡാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയും ഒരു മെറ്റൽ അത് ഓക്സിജനായി ട്രീറ്റ് ആവുന്നുണ്ട്, എന്നിട്ട് എന്താവുന്നുണ്ട് മെറ്റൽ ഓക്സൈഡ് ആവുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറയാന്ന് വെച്ചാൽ മെറ്റലിൻ്റെ വെയിറ്റ് ഞാൻ ഇപ്പോൾ പറയാം. മെറ്റലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ x ഗ്രാംസ് എന്ന് വിചാരിച്ചോ. ഓക്കെ അപ്പോൾ മെറ്റൽ ബേൺ ചെയ്തതിന് ശേഷം 24% അതിൻ്റെ വെയിറ്റ് കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ബേൺ ചെയ്തതിന് ശേഷം മെറ്റലിൻ്റെ വെയിറ്റ് എന്താണ്? x + 24/100 x എന്നായിരിക്കും അല്ലേ ബേൺ ശേഷം മെറ്റലിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ വെയിറ്റ് അല്ലേ, ബേൺ ചെയ്തതിന് ശേഷം മെറ്റലിൻ്റെ വെയിറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബേൺ ചെയ്തതിന് ശേഷം എക്സ്ട്രാ ആര് വന്നിട്ടുണ്ട്? ഓക്സിജൻ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഓക്സിജൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി 24/600 അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് x ഗ്രാംസ് ആണെങ്കിൽ 24/100 × x ഗ്രാംസ് ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ്. ഇനി നമ്മുടെ ലോ ഓഫ് ഇക്വലൻസ് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് ദി മെറ്റൽ ആണ്. അപ്പോൾ ലോ ഓഫ് ഇക്വലൻസ് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈക്വലൻറ്റ് ഓഫ് മെറ്റൽ നമുക്ക് ഇവിടെ എന്താ വന്നിട്ടുള്ളത്? വെയിറ്റ് ആണിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ഈക്വലൻസിലേക്ക് എങ്ങനെ പോകും? വെയിറ്റ് ഡിവൈഡഡ് ബൈ ഈക്വാലൻറ്റ് വെയിറ്റ്. ഈക്വാലൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ടെത്താൻ പറയുന്ന ക്വസ്റ്റ്യനിൽ ആ മെറ്റലിൻ്റെ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്സിജൻ്റെ ആദ്യം വെയിറ്റ് എന്നതാണ് 24/100 × x × ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് ഓക്സിജൻ. നമുക്കൊരു കാര്യം ഓക്സിജൻ എന്നാണ് ഇവിടെ 0 ആയിരിക്കും. ഇനി മെറ്റൽ ഓക്സൈഡ് എങ്ങനെ പോയാലും -2 ആയിരിക്കും. അപ്പോൾ ഇവിടെ എൻ ഫാക്ടർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ ഒരുത്തിന് മാത്രം ഓക്സിജൻ സ്റ്റേറ്റ് വ്യത്യാസം അവൻ റെഡ്യൂസ് ആവുന്നുണ്ട്. സോ എത്ര ഇലക്ട്രോണ്? 2 ചേഞ്ച്. എത്ര കാരണം? 2. സോ എൻ ഫാക്ടർ 4. അപ്പോൾ എൻ ഫാക്ടർ നമുക്കൊരു കാര്യം അറിയാം, വെയിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ഈക്വലൻറ്റ് വെയിറ്റ്. ഈക്വലൻറ്റ് വെയിറ്റ് എന്നാൽ ദാറ്റ് ഈസ് മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 32 ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ 4 മോളോട്ടേക്കും. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. എന്ത് ഈക്വലൻറ്റ് വെയിറ്റ്? ഈ x ക്യാൻസൽ ആയി. പിന്നെ ആകെ ഈക്വലൻറ്റ് വെയിറ്റ് മാത്രമല്ലോ. അപ്പോൾ അവനെ സോൾവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മെറ്റൽ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് എന്ത് മെറ്റലാണ് ഇപ്പോൾ അറിയില്ല. അപ്പോൾ ഞാൻ പറയും മെറ്റൽ എന്തോ ഒരു മെറ്റൽ അത് എന്തോ ഒരു ക്ലോറൈഡ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എന്താ മെറ്റൽ ക്ലോറൈഡ് കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. മെറ്റൽ ബാലൻസ് ചെയ്യാൻ അറിയില്ല, എത്ര ക്ലോറൈഡ് ഒന്നും അറിയില്ല. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് റിയാക്ഷൻ ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ 2.3 ഗ്രാംസ് ഓഫ് മെറ്റൽ ഉണ്ട്. ശരി, അതേപോലെ ക്ലോറൈഡ് എത്രയുണ്ട്? 3.1 ഗ്രാംസ് ഉണ്ട്. ഓക്കെ അപ്പോൾ ഈ ക്ലോറൈഡിൻ്റെ സാധനം കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് എൻ ഫാക്ടറൊക്കെ ഇവൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ മാസ് എത്ര ഉണ്ടാവും? ഇവിടെ നിന്ന് മെറ്റൽ പ്ലസ് ഇതും കൂട്ടിയിട്ട് ക്ലോറൈഡും കൂട്ടിയിട്ടാണ് 3.1. അപ്പോൾ 3.1 2.3 കുറച്ച് കഴിഞ്ഞാൽ 0.8 ഗ്രാംസ് ആയിരിക്കും ക്ലോറിൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഗ്രാംസ് കിട്ടിയാണ്. നമ്മളോട് എന്താണ് അടുത്ത ഫൈൻഡ് ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് മെറ്റലാണ് എടുത്താൽ വരുന്നത്. ഇവിടെയും ലോ ഓഫ് ഈക്വലൻസ് ആണ്. ഇവൻ്റെ ഈക്വലൻസ് എന്നെ ഇവൻ്റെ ഈക്വലൻസ്. അപ്പോൾ ഇവിടുന്ന് ഈക്വലൻറ്റ് കിട്ടാൻ 2.3 ഡിവൈഡഡ് ബൈ ഈക്വലൻറ്റ് വെയിറ്റ് അത് കണ്ടെത്താനാണ് പറയുന്നത്. ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഈക്വലൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ എന്ന കാര്യം നമുക്കറിയാം. സോ മോളിക്കുലർ വെയിറ്റ് എത്രയാണ് ക്ലോറിൻ്റെത്? അത് 71. ഇനി ഡിവൈഡ് ബൈ എൻ ഫാക്ടർ. ക്ലോറിൻ ഇവിടെ 0 ആണ് അല്ല. എന്തായാലും മെറ്റൽ ക്ലോറൈഡ് -2 ആയിരിക്കും. അപ്പോൾ 0 നിന്ന് -2 എത്ര ചേഞ്ച്? 2 ചേഞ്ച്. എത്ര കാരണം? 2 എണ്ണം. സോ നമുക്കറിയാൻ പറ്റും ഡിവൈഡ് ബൈ എൻ ഫാക്ടർ ചെയ്യുമ്പോൾ അത് മോളിലോട്ടേക്ക് 2 വരും എന്നുള്ള 2 അല്ല 4. 2 ചേഞ്ച് ഇൻറ്റു 2 4 അല്ലേ വരാം. അങ്ങനെ നമുക്കിനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇവിടെ -2 അല്ല, ക്ലോറിൻ എപ്പോഴും -1 അല്ല കേട്ടത്. ശരിയാണ് -1 ആണ്. അപ്പോൾ 0 നിന്ന് എത്ര ചേഞ്ച്? ഒരെണ്ണം. അപ്പം എത്ര കാരണം? 2. അപ്പം എൻ ഫാക്ടർ ഇവിടെ 2 ആണ് വേണ്ടതെന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചാൽ പിന്നെ ഈക്വലൻറ്റ് വെയിറ്റ് സിഗായിട്ട് എടുത്താൽ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്ലോറിൻ്റെ കാര്യം ഇവിടെ നൈട്രൈഡ് ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ നൈട്രൈഡിൻ്റെ ചാർജ് -3 ആണെന്ന കാര്യം ഓർമ്മിക്കുക. അങ്ങനെ ആകുമ്പോൾ 0 നിന്ന് -3 എത്ര കാരണം? 2 കാരണം. അപ്പോൾ എൻ ഫാക്ടർ 6 ആണെന്ന കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ ബാക്കിയുള്ള സെയിം മെത്തേഡ്. സിമ്പിൾ ടൈട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ആസിഡ് ബേസ് റിയാക്ട് ചെയ്യുന്ന പരിപാടിക്ക് ടൈട്രേഷൻ വിളിക്കാം. റിഡോക്സ് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഒരു റെഡ്യൂസിങ് ഏജൻറ്റും റിയാക്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ടൈട്രേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് നോർമാലിറ്റി റിലേറ്റഡ് ആയിരിക്കും. നോർമാലിറ്റി ഇവിടെ എന്താ ഇക്വലൻസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഇൻ ലിറ്റർ എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ നമുക്ക് ഇവിടെ ഇക്വലൻസ് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻ വോളിയം ഇൻ ലിറ്റർ എന്നുള്ള കാര്യം ഉപയോഗിച്ചൂടെ. അതേപോലെ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ എന്ന് പറയുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ടൈട്രേഷൻ എന്ന് പറഞ്ഞ് എട്ടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോ ഓഫ് ഇക്വലൻസ് തന്നെ ആപ്ലിക്കേഷനാണ് ടൈട്രേഷൻ.
ഇവിടെ 30 ml ഓഫ് വളരെ സിമ്പിൾ 30 ml ഓഫ് ആസിഡ് എന്തോ ഒരു ആസിഡ് അത് എന്തോ ഒരു ബേസായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്താ കിട്ടുന്നത് വെള്ളം കിട്ടുമായിരിക്കും പിന്നെന്താ സോൾട്ട് കിട്ടും അതെല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനം എന്താണ് 30 ml ഓഫ് ആസിഡ് ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ 15 ml ഓഫ് 0.2 നോർമൽ ആൽക്കലി അപ്പോൾ നമ്മൾ എന്താ അടുത്താൻ പറയുന്നത് ഇത് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ചോദിക്കുന്നത് ആസിഡിൻ്റെ നോർമാലിറ്റിയാണ് ചോദിക്കുന്നത് ക്വസ്റ്റനിലെ നോർമാലിറ്റീസ് ആണുള്ളത് അപ്പോൾ ഞാൻ പറയും എന്താണ് ആസിഡിൻ്റെ ഇക്വലൻസ് ആസിഡിൻ്റെ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോർമാലിറ്റിയും വോളിയം ഒക്കെ തന്നിട്ടുണ്ട് അപ്പം 30 വോളിയം ഇൻറ്റു നോർമാലിറ്റി ഓഫ് ദ ആസിഡ് അത് അറിഞ്ഞുകൂടാ ദാറ്റ് ഇസ് ഈക്വൽ അതാണ് ഇക്വലൻറ്റ് ഇസ് നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ് ആണ് അപ്പോൾ ഞാൻ ഇൻറ്റു 1/1000 ചെയ്യേണ്ടി വരും മില്ലി ലിറ്ററിന് പക്ഷേ 1/1000 ഇവിടെയും ചെയ്യും കാരണം റൈറ്റ് സൈഡും 15 തന്നെയാണ് അപ്പോൾ 15 മില്ലി ലിറ്റർ ആകും 1/1000 ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പോഴത്തും ക്യാൻസർ ആവും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും അതുകൊണ്ട് ഞാൻ ഇനി കുറേ നേരമായിട്ട് മില്ലി ലിറ്ററിന് തന്നി ക്വസ്റ്റനിൽ മില്ലി ലിറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇഗ്നോർ ചെയ്യാൻ പോവാണ് അത് മില്ലി മോൾസ് ആയിട്ട് കണക്കാക്കി ഇഗ്നോർ ചെയ്യും ഇനി 15 ഇവിടെ എന്താ വോളിയം 15/1000 ഇൻറ്റു നോർമാലിറ്റി ദാറ്റ് ഈസ് 0.2 ഇവിടെ എന്താ നോർമാലിറ്റി ഇനി കണ്ടെത്താനല്ലേ ഉള്ളൂ സുഖമായി ഇത്രയായി അടുത്ത ക്വസ്റ്റ്യൻ 83 ml ഓഫ് NaOH is treated with neutralizes 230 calculate the molarity of the HCl solution അപ്പോൾ നമുക്ക് NaOH ഉം HCl റിയാക്ട് ചെയ്യുന്ന കാര്യം നമുക്കറിയാം അപ്പോൾ ഇവിടെ നമുക്ക് മോൾ കോൺസെപ്റ്റ് ഉപയോഗിക്കാം ഇക്വലൻറ്റ് കോൺസെപ്റ്റിന് പകരം മോൾ കോൺസെപ്റ്റും വേണേൽ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് മോൾ കോൺസെപ്റ്റ് ഒക്കെ NaOH പ്ലസ് HCl ദാറ്റ് ഗിവ്സ് NaCl പ്ലസ് H2O ഇതൊക്കെ നമുക്ക് ബാലൻസ്ഡ് റിയാക്ഷൻ അറിയാം നമുക്ക് അറിയില്ലെങ്കിലാണ് നമ്മൾ ഇക്വലൻറ്റ് കോൺസെപ്റ്റ് ഉപയോഗിക്കുക ഇവിടെ നമുക്ക് എന്നിട്ട് 0.45 ഇൻറ്റു 83 അതായിരിക്കും അല്ലേ നമ്പർ ഓഫ് മോൾസ് സോ 0.45 ഇൻറ്റു 83 ml അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്പർ ഓഫ് മിനി മോൾസ് നമുക്ക് കിട്ടും മിനി മോൾസ് ആണ് കിട്ടാൻ അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മിനി മോൾസ് ഈ പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് HClൻ്റെ മിനി മോൾസ് കിട്ടിയിട്ട് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റെ പരിപാടി ഇത് ഡിവൈഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ ഇത് ഡിവൈഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ ആരാണ് ഏറ്റവും ചെറുത് സ്വാഭാവികമായിട്ടും ഇവനാണ് ദാറ്റ് മീൻസ് NaOH ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് അപ്പോൾ നമ്മളോട് എന്താ കണ്ടെത്താൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ മോളാരിറ്റി ഓഫ് ദി HCl സൊല്യൂഷൻ അപ്പോൾ നമുക്ക് ആകെ തന്നിട്ടുള്ള ഇവൻ്റെ മോൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയും ശരി ഇതാ ഇത്രയും മോൾസിന് ഒരു മോളിൽ ഒരാളാണെങ്കിൽ ഇത്രയും മോൾസിന് ഇവനും ഇത്രയും മോൾസ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അപ്പോൾ നമുക്ക് മോൾസ് ഓഫ് HCl കിട്ടി സ്വാഭാവികമായിട്ടും മോൾസ് ഓഫ് HCl കിട്ടി ഡിവൈഡഡ് ബൈ നമുക്ക് ml കിട്ടിയിട്ട് എന്തായി മൊളാരിറ്റി കിട്ടി അത് ഒന്നാമത്തെ മോൾ കോൺസെപ്റ്റ് മെത്തേഡ് ഡൺ ഇനി നമുക്ക് റിയാക്ഷൻ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ എന്ത് ചെയ്യും ആസിഡ് ബേസ് റിയാക്ഷൻ ആണല്ലോ ആണ് നമ്മൾ എന്ത് ചെയ്യും ഇക്വലൻസ് ലോ ഓഫ് ഇക്വലൻസ് അങ്ങനെ അപ്ലൈ ചെയ്യും ദാറ്റ് മീൻസ് ഇയാളുടെ ഇക്വലൻറ്റ് ഈക്വൽ ആണ് ഐ മീൻസ് ഈക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോർമാലിറ്റിയും അല്ല മൊളാരിറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നു അപ്പോൾ നമ്മൾ പറയും ശരി വോളിയം ദാറ്റ് ഈസ് 83 ഇൻറ്റു നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ എന്ന കാര്യം നമുക്കറിയാം അപ്പോൾ NaOH എൻ ഫാക്ടർ ഡൗട്ട് ഉണ്ടാവും ഓക്കെ നമ്മൾ NaOH ആസിഡ് ബേസ്ഡ് റിയാക്ഷൻ ആണ് അപ്പോൾ നമ്പർ ഓഫ് OH റിപ്ലേസബിൾ ദാറ്റ് ഈസ് ഓൺലി 1 സോ 1 ദാറ്റ് ഈസ് ഈക്വൽ ഞാനിവിടെ ആക്ച്വലി ml മാറ്റേണ്ടി വരും 83 പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലും ml തന്നെ ഉള്ളത് അത് കട്ടായി പോകും ഓക്കെ അതേപോലെ അടുത്തത് HClൻ്റെ വോളിയം നമുക്കറിയാം മൊളാരിറ്റി നോട്ട് ഗിവൺ അതാണ് കണ്ടെത്താൻ പറയുന്നത് ഇനി എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ് HCl എത്ര റിപ്ലേസബിൾ H ഉണ്ട് 1 സോ 1 ഇവിടെ നമുക്ക് സുഖമായിട്ട് മൊളാരിറ്റി കണ്ടെത്താവുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് വോളിയം ഓഫ് ഈ പറഞ്ഞ സാധനം ട്രീറ്റഡ് വിത്ത് ഓക്കെ ശരി അപ്പോൾ എന്താ സംഭവം KMnO4 ആരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് Fe.9O1 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് എന്ത് മീഡിയത്തിലാണ് ആസിഡിക് മീഡിയം H+ മീഡിയം അപ്പോൾ നമുക്കൊരു ആസിഡിക് മീഡിയത്തിൽ KMnO4 ഉള്ള ഈ Mn+7 അതെന്തായിട്ട് മാറും Mn+2 ആയിട്ട് മാറും അത് നമ്മൾ ഗിവൺ ഇൻഫോർമേഷൻ നമ്മൾ നേരത്തെ ക്ലാസ്സസിൽ ഓർമ്മിച്ച് വെക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കാര്യം അതറിയാം പിന്നെ ഇപ്പം ഇവൻ എന്താണ് ആസിഡിക് മീഡിയത്തിൽ ഹീസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓക്കെ അപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് മീൻസ് ഇയാൾ എന്താ ചെയ്യുന്നത് ഇയാൾ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ സ്വാഭാവികമായിട്ട് എത്ര ഇവിടെ -2 ഓക്സിജൻ ഒന്നുണ്ട് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് +2 ചാർജ് വേണം അല്ലേ അപ്പോൾ +2 ചാർജ് അല്ല ആക്ച്വലി ഉള്ളത് അവിടെ +2 വേണം ഇവിടെ 0.9 ഉണ്ട് നമ്മൾ ഇനി മറ്റേ നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് എന്ന് പറഞ്ഞാൽ എന്താ ബെർത്തലോയിഡ്സ് ആണ് അല്ലെങ്കിൽ നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ആണ് കാരണം 0.9 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് +2യുടെയും +3യുടെയും മിക്സ്ചർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ 0.9 എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതെങ്ങനെ ഇവിടെ എന്താണ് ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്കൊരു കാര്യം ഇവിടെ ആക്ച്വലി +2 ആണ് വേണ്ടത് കാരണം -2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ പറയും ഈ പറഞ്ഞ 0.9 ഇൻറ്റു ഇവിടെയുള്ള എക്സ് കാരണം നമ്മൾ ഒരു ചാർജ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടെയുള്ള ഈ സംഭവം അത് ഇൻറ്റു അതിൻ്റെ മുകളിലുള്ള ചാർജ് ആണല്ലോ അപ്പം ആ ഒരു 0.9 ഇൻറ്റു എക്സ് അതാണ് നമ്മൾ ചാർജ് ദാറ്റ് ഇസ് ഇക്വൽ 2 വരണം കാരണം -2 +2 വരണം സോ ആ പറഞ്ഞ മുകളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 2/0.9 ആണ് ഇവിടെ എനിക്ക് ആക്ച്വലി 2/0.9 ആണ് ചാർജ് എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ ഇവിടെ എന്തായാലും ഡെഫിനറ്റ്ലി ഓക്സൈസ് ആവുന്നുണ്ട് Fe3+ എന്തായിക്കോട്ടെ അത് Fe3+ലേക്കായിരിക്കും മാറാൻ അപ്പം ഞാൻ ആദ്യം എൻ ഫാക്ടർ കാൽക്കുലേഷൻ പറ്റി പറയാം ഇയാളുടെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 5 ആണ് അപ്പോൾ എൻ ഫാക്ടർ 5 എന്ന കാര്യം ഇനി ഇയാളുടെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര ഡിഫറൻസ് ഉണ്ട് 3 -
2 ഡിവൈഡഡ് ബൈ 0.9. ഓക്കെ, ഡിഫറൻസ് എത്ര കാരണം? 0.9 കാരണം എന്ന് വെച്ചാൽ എത്രയാണ് ഇത്? എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0.7. അപ്പോൾ എൻ ഫാക്ടർ ഇവിടെ നിന്ന് 0.7 കിട്ടി. ഇനി നമുക്ക് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യാൻ പോകുന്നതിന്, നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് വോളിയം ഓഫ് ഈ KMnO4 ആണ്. അപ്പോൾ നമ്മൾ ഇക്വലൻസ് ഓഫ് KMnO4 ഇക്വേറ്റ്. അപ്പോൾ ഇക്വലൻസ് ഓഫ് KMnO4 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം വോളിയം കണ്ടെത്തണം, നോർമാലിറ്റി കിട്ടണം, നോർമാലിറ്റി അറിയില്ല, മൊളാരിറ്റി അറിയാം, ഇൻറ്റു എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ വോളിയം ലിറ്റേഴ്സിലാട്ടോ കിട്ടാൻ. അതേപോലെ എന്താണ് അടുത്തതിൻ്റെ വോളിയം തന്നിട്ടുണ്ടോ? അടുത്തതിൻ്റെ വോളിയം തന്നിട്ടില്ല. അപ്പം അടുത്തതിൻ്റെ ഇക്വലൻസ് എങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ ഇയാളുടെ ഇക്വലൻസ് സെയിം ആണ്. അപ്പോൾ ആ ഇക്വലൻസ് എങ്ങനെ അടുത്ത്? ഇവിടെ മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 256 grams. ഗിവൺ മാസ് അല്ലെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഈക്വലൻ്റ് വെയിറ്റ്. ഈക്വലൻ്റ് വെയിറ്റ് എന്നാൽ മോളിക്കുലർ വെയിറ്റ് ആണ്. മോളിക്കുലർ വെയിറ്റ് എങ്ങനെ കണ്ടെത്തും? 56 × 0.9 പ്ലസ് 16, അതാണ് മോളിക്കുലർ വെയിറ്റ്. സോ ആ മോളിക്കുലർ വെയിറ്റ് ഹോൾ ഡിവൈഡ് ബൈ എൻ ഫാക്ടർ, അതാണ് ഇക്വലൻ്റ് വെയിറ്റ്. അപ്പോൾ എൻ ഫാക്ടർ എത്രയായിരുന്നു നമ്മളിപ്പോൾ കണ്ടെത്തിയത്? 0.7. അപ്പോൾ ഡിവൈഡിൽ വരുമ്പോൾ മോളോട്ടേക്ക് 0.7 വരും. ഇവിടുന്ന് ഈ മോളിക്കുലർ മാസ് ഞാൻ M എന്ന് കൊടുത്തത് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് കാൽക്കുലേറ്റ്, അപ്പോൾ ആകെ ബാക്കി വരുന്ന ഒറ്റൊരുത്തൻ ഇവന് മാത്രമേ ഇരിക്കും. അപ്പോൾ ഈ വോളിയം ഇൻ ലിറ്റേഴ്സ് കിട്ടും, അത് 1000 മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ ML ഉള്ള ഉത്തരങ്ങളായിട്ട് മാച്ച് ചെയ്യാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് മെത്തേഡ്. ഇനി അടുത്ത ദിവസം, ഇൻ ദി ടൈട്രേഷൻ ഓഫ് KMnO4 ആൻഡ് oxalic acid in acidic medium, the change in oxidation number of carbon. അപ്പോൾ നമുക്കറിയാം ടൈട്രേഷൻ ഓഫ് KMnO4ഉം അതേപോലെ ഓക്സാലിക് ആസിഡ് ആയ H2C2O4, റൈറ്റ്? ഇയാൾ എന്താണ് H+ മീഡിയത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് എമ്മിന് എന്ത് പറ്റും? Mn+2 ആവും. M+7 ആയിരുന്നു. നമ്മൾ കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഇങ്ങനെ ആവുന്നത്. ഇനി ഇയാൾ ഡെഫിനറ്റ്ലി ഓക്സിഡൈസിങ് ഏജൻറ്റ്, ദാറ്റ് മീൻസ് ഇയാൾ ഓക്സിഡൈസ് ആവും. അപ്പോൾ ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ ഇവൻ്റെ മുകളിൽ +3 എന്ന കാര്യം, ഓക്സിഡേറ്റിൻ്റെ മുകളിൽ -2 അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, എക്സ് വാല മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇവൻ ഡെഫിനറ്റ്ലി എങ്ങനെ മാറാമെന്നറിയാമോ? ഇവൻ എങ്ങനെ മാറുമെന്ന് വെച്ചാൽ CO2 ആയിട്ടാണ് മാറാനുള്ള കാര്യം മനസ്സിലാക്കുക. CO2ൻ്റെ മുകളിൽ ഇവൻ്റെ ചാർജ് എത്രയാണ്? അത് നമുക്കറിയാം, +4. ബിക്കോസ് ഞാൻ പറയാം x -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ x ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവൻ്റെ മുകളിൽ +4 ആ ചാർജ്, +3 ഒരെണ്ണം കൂടി. സോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ദാറ്റ് ഈസ് 1 എന്നുള്ള കാര്യം കിട്ടും. അല്ലാണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ അല്ല ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയും എൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഉത്തരം കൊടുക്കും, പക്ഷേ ആക്ച്വലി ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്, ദാറ്റ് ഈസ് 1 ആണെന്ന കാര്യം മനസ്സിലാക്കാം. അടുത്ത K2Cr2 എന്താണ് റിയാക്ട് ചെയ്യുന്നത്? ഓക്കെ, K2Cr2O7, ശരി. അവൻ്റെ മുകളിൽ +6 എന്ന കാര്യം നമുക്കറിയാം. അതെന്തായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഫെറസ് ഓക്സൈഡ്, ദാറ്റ് മീൻസ് Fe. ഫെറസ് എന്ന് പറഞ്ഞപ്പോൾ +2 ആയിരിക്കും. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? C2O4 എന്നുള്ള കാര്യം നമുക്കറിയാം, റൈറ്റ്? അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്? ഗസ് അടിച്ച് നോക്ക്. ഇവൻ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, ശരി. അപ്പോൾ ഓക്സിഡൈസൻ്റ് ഇവൻ Fe+2 Fe+3 മാറും, Fe+3 ലാസ്റ്റ് മാറും. അതേപോലെ ഇവൻ എന്താവും? ഇവന് CO2 ആയിട്ട് മാറും, ശരി. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും എൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ സാധനത്തിൻ്റെ K2Cr2O7ൻ്റെ +6 എത്രയാണ് മാറിയത്? ക്രോമിയം എന്താ? ക്രോമിയത്തിന് എന്താ വ്യത്യാസം വരിക? ക്രോമിയം +3 ആയിട്ട് മാറും. അപ്പോൾ +6 +3 മാറി. എത്ര ഡിഫറൻസ്? 2. സോ നമുക്ക് പറയാൻ വേണ്ടി ഇവൻ്റെ എൻ ഫാക്ടർ ദാറ്റ് ഈസ് 6 എന്ന് പറയാൻ പറ്റും. ഇനി ഇവൻ്റെ എൻ ഫാക്ടർ കണ്ടെത്തണം, കാരണം ഇക്വലൻസ് ലോ ഓഫ് ഇക്വലൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ ഫാക്ടറിന് ആവശ്യമുണ്ട്. ഇനി ഇവൻ്റെതോ +3 ആയിരുന്നു. +3യിൽ നിന്ന് അത് മാത്രമല്ല ഇത് ഏത് ടൈപ്പ് കോമ്പൗണ്ടാണ്? ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ 2 പേര് എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്നു. ഈ കാർബൺ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്, പോരായിട്ട് അയൺ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പേര് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? 2 മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പോൾ Fe കാരണം എന്താണ്? 2 എണ്ണം ഉണ്ട്. വ്യത്യാസം എത്ര ഉണ്ട്? ഒരെണ്ണം. Fe+2 ആയിരുന്നു. സോ വ്യത്യാസം ഒരെണ്ണം കാരണം. സോ 1 പ്ലസ് കാർബൺ കാരണോ ഒരെണ്ണം വ്യത്യാസം +4. എത്ര കാരണം? 2. സോ 1 × 2 ദാറ്റ് ഈസ് 2. സോ ഇവൻ്റെ എൻ ഫാക്ടർ 3 ആണെന്ന കാര്യം കിട്ടി. സോ ദിസ് ഗൈസ് എൻ ഫാക്ടർ ഈസ് 3. അപ്പോൾ എൻ ഫാക്ടറും കിട്ടി, എല്ലാം കിട്ടി. വേണ്ട കാര്യം എന്താണ്? വോളിയം എന്താണ്? വോളിയമാണ് പറയുന്നത് അല്ലേ? K2Cr2 നമ്മൾ പറയും വോളിയം ഇൻറ്റു എൻ ഫാക്ടർ ദാറ്റ് ഈസ് 6 ഇൻറ്റു മൊളാരിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഗ്രാംസ് തന്നിട്ടില്ല ഫെറസിന്. അപ്പോൾ നമ്മൾ പറയും 0.288 ഹോൾ ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് കണ്ടെത്താം. മോളിക്കുലർ മാസ് നിങ്ങൾ കണ്ടെത്തിക്കോളി. മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ ദാറ്റ് ഈസ് എത്രയാണ്? 3. ഇനി നിങ്ങൾക്ക് സോൾവ് ചെയ്യാം സുഖമായിട്ട്. അതിനടുത്ത ഡബിൾ ടൈട്രേഷനാണ്. ഡബിൾ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ടൈട്രേഷൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തിപ്പോൾ ഒരു ആൽക്കലി മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ആ ആൽക്കലി മിക്സ്ചറിൽ പല ടൈപ്പ് ഓഫ് ആൽക്കലീസ് ഉണ്ടാവും. ഓക്കെ, ആ ആൽക്കലി മിക്സ്ചറിൻ്റെ ഉള്ളിൽ ഓരോ ആൽക്കലീസിൻ്റെയും കമ്പോസിഷൻ കമ്പോസിഷൻ കണ്ടെത്താൻ എത്ര ആൽക്കലീസ് ഉണ്ട്, എത്ര ആൽക്കലീസ് ഇതുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക? ഡബിൾ ടൈട്രേഷൻ ഉപയോഗിക്കാനുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഡബിൾ ടൈട്രേഷൻ്റെ പരിപാടി നമുക്ക് നോക്കാം. ഡബിൾ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു HCl ബ്യൂരറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അതിലോട്ട് HCl ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്ത് വെക്കും. അതേപോലെ ഒരു ഇതുണ്ട് ബീക്കറുണ്ട്. ആ ബീക്കറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇപ്പോൾ സാറ് വെറുതെ എടുക്കുന്ന വാല്യൂസാണ്. 1 gram Na വെച്ചിട്ടുണ്ട്,
കുറച്ച് ആൽക്കലീസിൽ മിക്സ്ചേഴ്സ് ഉണ്ട് 1 gram Na2CO3 ഉണ്ട്. ഇവരൊക്കെ ബേസസ് ആണ്, ആൽക്കലീസ് ആണ്. ഓക്കെ 1 gram ആണ്. ഇവരെ നോർമാലിറ്റി 1 ആണ്. അത് വെറുതെ അസ്യൂംഡ് ആയിട്ട് കൊടുത്തതാണ്. ശരി, പിന്നെ ആദ്യം എന്താ ചെയ്യാൻ, നമ്മൾ ഓരോ ഡ്രോപ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. HCl ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ HCl ആദ്യം ആരായിട്ട് റിയാക്ട് ചെയ്യാൻ ഒന്ന് ഗസ് അടിച്ച് നോക്ക്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബേസ് ആയിട്ടില്ല ആദ്യം റിയാക്ട് ചെയ്യുക. സോ എന്നെ വെച്ചാൽ ആദ്യം റിയാക്ട് ചെയ്യും. സോ എന്നെ വെച്ചാൽ ആദ്യം റിയാക്ട് ചെയ്യും. ഈ പറഞ്ഞ റിയാക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിയുന്ന റിയാക്ഷനാണ്. എൻ ഫാക്ടർ എങ്ങനെ 1 ആയത്, OHൻ്റെ റിപ്ലേസബിൾ 1, അപ്പോൾ എൻ ഫാക്ടർ 1. ശരി, പിന്നെ നമ്മൾ HCl ഇഷ്ടമാരി ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ ബേസസ് കുറവാണ്. അപ്പോൾ എന്നെ വെച്ച് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് തീർന്ന് കിട്ടി. ശരി, ഇനി അടുത്ത് നമ്മൾ HCl ആരായിട്ട് റിയാക്ട് ചെയ്യുന്ന അറിയുക. അടുത്ത നമ്മൾ HCl Na2CO3 ആയിട്ട് റിയാക്ട് ചെയ്യും. ബിക്കോസ് അതിന് ശേഷം വരുന്ന സ്ട്രോങ്ങസ്റ്റ് ബേസ് ഇയാളാണ്. കാരണം എന്തുകൊണ്ട് സ്ട്രോങ്ങസ്റ്റ് ബേസ് ഇയാൾ, കാരണം ഇയാളുടെ മുകളിലുള്ള ചാർജ് ദാറ്റ് ഈസ് -2, പക്ഷേ ഇയാളുടെ മുകളിൽ ചാർജ് -1 ഉള്ളൂ. അപ്പോൾ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ കൂടുതൽ സ്ട്രോങ് റിയാക്ഷൻ ഉണ്ടെന്ന് കാര്യം നമുക്കറിയാലോ. കാരണം HCl ആ H+ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റണം, അതാണ് പരിപാടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇയാൾ കൂടുതൽ സ്ട്രോങ്ങർ ബേസ്. അപ്പോൾ ഇയാൾ അടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോൾ Na2CO3 + HCl ദാറ്റ് ഗിവ്സ് NaHCO3 + NaCl. ഓക്കെ, അപ്പോൾ ഇയാൾ എൻ ഫാക്ടർ 1 ആണ്. കാരണം എന്താണ്, എത്ര എച്ചിന് ഇയാൾ വാങ്ങിയ ഐദർ ബേസസിൻ്റെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിപ്ലേസിബിൾ OH- അല്ലെങ്കിൽ എത്ര H+ ആക്സെപ്റ്റ് ചെയ്തു. സോ ഒരു H+ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാൾ എൻ ഫാക്ടർ 1 ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് NaHCO3 നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അത് ഓൾറെഡി ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്, എന്നാൽ ഇവിടെ ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് ആണ്. സോ അതിന് ശേഷം ഈ പ്രൊഡ്യൂസ്ഡ് ആയ ആളാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ആൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, HCl ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ H2CO3 എന്ന സാധനം NaCl കിട്ടും. അത് അന്ന് ഇയാൾ വീക്ക് ആസിഡ് എന്ന കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള 1 gram NaCO3 അതെന്താ HCl ആയിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ ആസിഡ് തന്നെ കിട്ടും. ഇതാണ് എന്താ പറയുക, ഇതാണ് റിയാക്ട് ചെയ്യുന്ന സീക്വൻസ്, ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര റിയാക്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എത്ര റിയാക്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴൊക്കെ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. NaOH എപ്പോൾ റിയാക്ട് ചെയ്തു തീർന്നു, അല്ലെങ്കിൽ Na2CO3 എപ്പോൾ റിയാക്ട് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്ന അറിയാം, ഫിനോഫ്തിലിൻ അങ്ങനെ ആഡ് ചെയ്യും. ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഫിനോഫ്തിലിൻ ആഡ് ചെയ്യും. ഫിനോഫ്തിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാളുടെ കളർ എപ്പോഴാണോ ചേഞ്ച് ആവുമെന്ന് അറിയാമോ. എപ്പോഴാണ് ചേഞ്ച് ആവുക, വീക്ക് ബേസിൻ്റെ പ്രസൻസ് കാണുമ്പോഴാണ് അയാളുടെ കളർ ചേഞ്ച് ആവുക. വീക്ക് ബേസിൻ്റെ പ്രസൻസ് കാണുമ്പോൾ അയാളുടെ കളർ ചേഞ്ച് ആവുക. അപ്പോൾ വീക്ക് ബേസിൻ്റെ പ്രസൻസ് എപ്പോഴാണ് ശരിക്കും ഉണ്ടാവുക ചിന്തിച്ച് നോക്ക്. ഈ പറഞ്ഞ NaOHും അതേപോലെ Na2CO3 കംപ്ലീറ്റ് ആയിട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ Na2CO3 NaOHൻ്റെ പ്രസൻസ് പോലെ അവിടെ ഇല്ല. അപ്പോൾ അവിടെ സ്ട്രോങ് ബേസസ് ഒക്കെ പോയി. പിന്നെ ബാക്കിയുള്ള ഏത് ബേസാണ്, വീക്ക് ബേസായിട്ട് NaHCO3 ആണുള്ളത്. സോ അങ്ങനെ വീക്ക് ബേസിൻ്റെ പ്രസൻസ് എപ്പോഴാണ് ശരിക്കും ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനോഫ്തലിൻ്റെ കളർ എപ്പോഴാണ് ചേഞ്ച് ആവാൻ, ഈ NaOHും Na2CO3 കംപ്ലീറ്റ് HCl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ ദാറ്റ് മീൻസ് നമ്മുടെ ഫിനോഫ്തലിൻ നമ്മൾ അവിടെ ഇട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബ്യൂറട്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. കുറച്ചതിന് ശേഷം ഫിനോഫ്തലിൻ കളർ ചേഞ്ച് ചെയ്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടാപ്പ് അങ്ങോട്ട് പൂട്ടി. ഞാൻ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ബ്യൂറട്ടിൻ്റെ ടാപ്പ് അങ്ങോട്ട് പൂട്ടി. ഇവിടെ ടാപ്പ് പൂട്ടിയതിന് ശേഷം നമുക്ക് എന്താ മനസ്സിലാവുന്നത്, അതിൻ്റെ അർത്ഥം HClഉം NaOH Na2CO3 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫിനോഫ്തലിൻ അപ്പം ബാക്കിയുള്ളത് വീക്ക് ബേസിക് ആയതുകൊണ്ട് ഫിനോഫ്തലിൻ കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒരു സന്ദർഭത്തിൽ എന്ത് പറയാൻ പറ്റും, HClൻ്റെ ഈക്വലൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ബേസിൻ്റെ ഈക്വലൻസ്. ആരൊക്കെയാണ് റിയാക്ട് ചെയ്തത്, ബേസിൻ്റെ ഈക്വലൻസ് പ്ലസ് Na2CO3യുടെ ഈക്വലൻസ്. അപ്പോൾ HClൻ്റെ ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോർമാലിറ്റി 1 തന്നിട്ടുണ്ട് ഇൻറ്റു വോളിയം. അത് അറിഞ്ഞൂടെ, അത് കണ്ടെത്തണം. ആ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി കണ്ടുപിടിക്കാം. പിന്നെ NaOHൻ്റെ ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു എൻ ഫാക്ടർ 1, സ്വാഭാവികമായിട്ട് 1 ഡിവൈഡ് ബൈ 1. സോ ഇവിടെ 1 വരും. ഓക്കെ, പ്ലസ് ഇവിടെ നമുക്ക് വോളിയം ലിറ്ററിലാട്ടോ കിട്ടാൻ. ഓക്കെ, അങ്ങനെ അടുത്തത് Na2CO3 അതിൻ്റെയും ഈക്വലൻസ് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. ഗിവൺ മാസ് ഡിവൈഡ് ബൈ ഈക്വലൻ്റ് വെയിറ്റ്, അത്രയേ ഉള്ളൂ. സോ ഇതാണ് അതിൻ്റെ പരിപാടി. ശരി, അടുത്തത് എനിക്ക് വേറൊരു പരിപാടി. ഞാൻ ഇനി ഈ പറഞ്ഞ സെയിം പരിപാടി ഞാൻ ചെയ്യാണ്. ഇപ്രാവശ്യം ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്, മീത്തൈൽ ഓറഞ്ച് ആഡ് ചെയ്യാൻ. ഇപ്പോൾ മീത്തൈൽ ഓറഞ്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ വീക്ക് ആസിഡിൻ്റെ പ്രസൻസ് വരുമ്പോൾ അയാളുടെ കളർ ചേഞ്ച് ആവും. നേരത്തെ ഫിനോഫ്തലിൻ്റെ പ്രത്യേകത എന്താണ്, വീക്ക് ബേസിൻ്റെ പ്രസൻസ് വരുമ്പോൾ. ഇപ്രാവശ്യം മീത്തൈൽ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്, വീക്ക് ആസിഡിൻ്റെ പ്രസൻസ് വരുമ്പോൾ അയാളുടെ കളർ ചേഞ്ച് ആവും. അപ്പോൾ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണുള്ളത്, ആകെ ഈ പറഞ്ഞ H2CO3 ഉള്ളത്. ദാറ്റ് മീൻസ് ഫിനോഫ്തലിൻ എപ്പോഴാണ് ആക്ച്വലി കളർ ചേഞ്ച് ചെയ്യാൻ, ഈ പറഞ്ഞ NaOHും Na2CO3 അതേപോലെ എക്സ്ട്രാ ഉണ്ടായിട്ടുള്ള ഇവിടുന്ന് പ്രൊഡ്യൂസ് ആയിട്ടുള്ള NaHCO3 അതേപോലെ നമ്മൾ ആക്ച്വലി എടുത്തിട്ടുള്ള NaHCO3 കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ബാക്കി ഒരു ബേസും ഇല്ല. ആകെ പിന്നെ ഒരു വീക്ക് ആസിഡ് ആയിട്ടുള്ള H2CO3 ഉള്ള. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ആക്ച്വലി ഫിനോഫ്തലിൻ്റെ മീത്തൈൽ ഓറഞ്ചിൻ്റെ കളർ ചേഞ്ച് ആവുക. സോ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, HClൻ്റെ ഈക്വലൻസ് മില്ലി ഈക്വലൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മളിനി വോളിയം നമുക്ക് മില്ലി ലിറ്ററിൽ വേണമെങ്കിൽ നമുക്ക് മില്ലി ഈക്വലൻസ് കണ്ടെടുത്താൽ മതി.
അവിടെ ഒന്നും ചിന്തിക്കണമെങ്കിൽ ലിറ്ററിൽ തന്നെ ചിന്തിച്ച് ചെയ്തു, അത് വളരെ സിമ്പിൾ. ഈ 1000 പറ്റി ചിന്തിക്കുക വേണ്ട, ലിറ്ററാണ് വിചാരിച്ചാൽ മതി. ഇവിടെ ആക്ച്വലി ML എന്ന് പറയുമ്പോൾ ബൈ 1000 വരുമല്ലോ, ആ 1000 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതൊന്നും ചിന്തിക്കണ്ട. ജസ്റ്റ് നമ്മൾ ലിറ്ററിൽ തന്നെ ചെയ്യും, നോർമൽ SI യൂണിറ്റ്സ് ലാസ്റ്റ് മില്ലി ലിറ്ററിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് എന്താണ് മില്ലി ഇക്വലൻസ് ഓഫ് HCl ദാറ്റ് ഈസ് ഇക്വൽ ടു മില്ലി ഇക്വലൻസ് ഓഫ് NaOH ദാറ്റ് ഈസ് ഇക്വൽ ടു മില്ലി ഇക്വലൻസ് ഓഫ് Na2CO3. ഓക്കെ, പിന്നെ ആരാൾ മില്ലി ഇക്വലൻസ് ഓഫ് NaHCO3 ഉണ്ടായത് ഫോംഡ് ഏത് Na2CO3 ആസിഡായിട്ട് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ മില്ലി ഇക്വലൻസ് ഓഫ് ആരാളുള്ളത്, നമ്മൾ ഓൾറെഡി എടുത്തിട്ടില്ല NaHCO3. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇക്വലൻസ് ഓഫ് Na2CO3 വളരെ സിമ്പിളാണ്, അത് നമുക്ക് ഗിവൺ മാസ് തന്നിട്ടുണ്ട്, ഇയാളും ഗിവൺ മാസ് തന്നിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റത്തെ ഇവൻ്റെ പ്രസൻറ്റ് ആയിട്ടുള്ള ഇവൻ്റെ 1 gram വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ മാസ് അറിയില്ല. അപ്പോൾ ഇവൻ്റെ മാസ് അറിയാണ്ട് നമ്മളെങ്ങനെ ഇവൻ്റെ ഇക്വലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവൻ്റെ ഇക്വലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ലോ ഓഫ് ഇക്വലൻസ് അങ്ങോട്ട് യൂസ് ചെയ്യും. നമുക്കറിയാം എങ്ങനെയാണ് ഈ പറഞ്ഞ ആൾ NaHCO3 അതെവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്, അത് ഈ പറഞ്ഞ ഇവൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കിയതല്ലേ. ലോ ഓഫ് ഇക്വലൻസ് എന്താ പറയുന്നത്, ഇവൻ്റെ ഇക്വലൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവൻ്റെ ഇക്വലൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവൻ്റെ ഇക്വലൻസ്. ദാറ്റ് മീൻസ് Na2CO3യുടെ ഇക്വലൻസ് അത് തന്നെയാണ് ആക്ച്വലി NaHCO3യുടെ ഇക്വലൻസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിക്കോളാം ലോ ഓഫ് ഇക്വലൻസ് പ്രകാരം. കറക്റ്റ് അല്ലേ? സോ ഇവിടെ ഫോംഡ് ആയിട്ടുള്ള NaHCO3യുടെ ഇക്വലൻസും ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ഇവൻ്റെ ഇക്വലൻസ് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ പോരെ. അടുത്ത വേറെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് 1 gram NaOH ഉണ്ട്, NaHCO3 ഉണ്ട്. ഓക്കെ, നമ്മൾ 1 normal HCl ആയിട്ട് ട്രൈറ്റ് ചെയ്യാണ്, ഡബിൾ ടൈട്രേഷൻ ചെയ്യണം. എന്താ ചോദിക്കുന്നത്, വോളിയം ഓഫ് HCl കൺസ്യൂംഡ് ഡ്യൂറിങ് കളർ ചേഞ്ച് ഓഫ് ഫിനോഫ്തലിൻ. ഓക്കെ, ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ഓഫ് HCl കൺസ്യൂംഡ്. ഓക്കെ, ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകും. ഫിനോഫ്തലിൻ എപ്പോഴും കളർ ചേഞ്ച് ആവാൻ വീക്ക് ബേസിൻ്റെ പ്രസൻസ് വരുമ്പോൾ, ദാറ്റ് മീൻസ് സ്ട്രോങ് ബേസസ് ഒക്കെ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ NaOH ആണ് ഇവിടെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ളൂ, മറ്റവൻ വീക്ക് ബേസ് ആണ്, NaHCO3 വീക്കാണ്, റൈറ്റ്. സോ NaOHൻ്റെ കംപ്ലീറ്റ് ടൈട്രേഷൻ NaOHൻ്റെ എന്താണ് റിയാക്ഷൻ കഴിഞ്ഞ ഉടനെ മീത്താൽ എന്താവും കളർ ചേഞ്ച് ആവും, റൈറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇക്വലൻസ് ഓഫ് HCl ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് NaOH എന്ന് പറയാൻ പറ്റും. ഇനി ഗിവൺ ഇൻഫോർമേഷൻസ് വെച്ച് വളരെ സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. വോളിയം എവിടെ നിന്ന് കിട്ടും, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇതേ കേസിൽ മീത്താൽ ഓറഞ്ചിലാണെങ്കിൽ വീക്ക് ബേസ് വരുന്ന സമയത്ത് അല്ല വീക്ക് ആസിഡ് വരുന്ന സമയത്താണ് ഇയാൾ കാണിക്കാൻ. അപ്പോൾ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ NaOH അതേപോലെ NaHCO3 കംപ്ലീറ്റ് റിയാക്ട് ആയിട്ട് പോകണം, എന്നാൽ ആ പറഞ്ഞ എല്ലാ ബേസസും അങ്ങോട്ട് ഒഴിവായി കിട്ടണം. അപ്പോൾ ആ ബേസസ് ഒഴിവാകുന്ന മീൻസ് എന്താണ് HClൻ്റെ ഇക്വലൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു NaOHൻ്റെ ഇക്വലൻസ് പ്ലസ് NaHCO3യുടെ ഇക്വലൻസ് എന്ന രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ. ഓക്കെ.